ഈ പുഴയും കടന്നിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അമ്മയുടെ പേരിലുള്ള സ്വത്തുക്കൾ കൈക്കലാക്കാനുള്ള പദ്ധതിയുമായി ഗീത സുജാതയോട് സംസാരിക്കുകയാ. ഞങ്ങൾ രണ്ടാളും സ്ഥിരം ഇവിടെയാണെങ്കിൽ പിന്നെ ദാസേട്ടൻ അവിടെ നിന്നിട്ട് എന്തിനാ അമ്മേ? സൂപ്പർ മാർക്കറ്റ് നോക്കാനൊക്കെ അനിയന്മാരുണ്ടല്ലോ ദാസേട്ടന്. നീ പൊക്കോന്ന് സ്വർണ്ണമ്മ പറഞ്ഞിട്ടും. എന്നാലും ദാസേട്ടൻ ഒരു മനസാക്ഷിക്കുത്ത് എന്ന് ഗീത പറയെ. എന്ത് എന്ന് സംശയത്തോടെ സുജാത ചോദിക്കുന്നുണ്ട്. കുടുംബത്തിലെ വല്യേട്ടൻ ദാസേട്ടനല്ലേ അമ്മേ? എന്നും ദാസേട്ടൻ പണിയെടുത്താ ആ കുടുംബം നോക്കിയിരുന്നത്. ഇവിടെ വന്ന് വെറുതെ കുത്തിയിരിക്കാൻ ഒരു മനപ്രയാസം. ദാസേട്ടൻ എൻ്റെ അടുത്ത് അങ്ങനെ ഒരു വിഷമം പറഞ്ഞപ്പോൾ ദാസേട്ടൻ എന്തിനാ വിഷമിക്കുന്നത്? ഇവിടെ അമ്മയ്ക്കുള്ളതെല്ലാം എനിക്കുള്ളതല്ലേന്ന് ഞാൻ ചോദിച്ചു. ഇക്കാണുന്ന വീടും പറമ്പുമൊക്കെ ആസ്തിയായിട്ടുണ്ട്. പിന്നെ അമ്മയുടെ ആഭരണങ്ങളും ബാങ്ക് അക്കൗണ്ടിലെ കാശും. ഞാൻ പറഞ്ഞിട്ടും ദാസേട്ടന് ഒരു ഉറപ്പ് വരുന്നില്ല. എല്ലാത്തിനും ഒരു ഉറപ്പ് വേണമെന്നാ ദാസേട്ടൻ പറയുന്നത്. ഇതൊക്കെ വിറ്റോ പണയം വെച്ചോ സൂപ്പർ മാർക്കറ്റ് പോലെ എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങണമെന്നുണ്ട് ദാസേട്ടന്. അതിപ്പോ കുഴപ്പമെന്തെന്ന് ചോദിക്കുമ്പോ ഇടയ്ക്ക് വിനീതെങ്ങാനും വന്നാലോന്ന് പറയും. അതൊന്നുമില്ല, അമ്മ ചൂലെടുക്കുമെന്ന് ഞാൻ പറഞ്ഞു. ദാസേട്ടന് അതിനും ഉറപ്പ് വേണം. ഒരു ചുണ്ടിക്കാരാണെന്ന് അമ്മയ്ക്ക് അറിയാലോ. ഇവിടെയുള്ളതെല്ലാം എന്റെ പേരിൽ രേഖയാക്കി തരണമെന്ന് എന്നോടുള്ള സ്നേഹം കൊണ്ടുകൂടിയാ. അതിനൊക്കെ ഒരു വ്യവസ്ഥ ഉണ്ടാക്കി കൊടുക്കാമെന്ന് ഞാൻ ദാസേട്ടന് വാക്കു കൊടുത്തു എന്ന് ഗീത പറയുന്നത് കേൾക്കെ സുജാത ഒന്നും മിണ്ടാതെ കൈവരിൽ നിന്ന് എഴുന്നേൽക്കുകയാ. അല്ല, അമ്മയൊന്നും പറഞ്ഞില്ല എന്ന് ഗീത ചോദിക്കേ. ഓ, എനിക്ക് വല്ലാത്തൊരു തലവേദന, ഞാനൊന്ന് കിടക്കട്ടെ എന്ന് പറഞ്ഞ് സുജാത അകത്തേക്ക് കയറി പോവുകയാ. അത് കാണാൻ ഗീതയും തള്ള ഉരുണ്ട് കളിക്കാൻ തുടങ്ങിയോ. ഇത്തവണ ഞാൻ എന്തായാലും വെറുതെ വിടുമെന്ന് കരുതണ്ട എന്ന് മനസ്സിൽ തീരുമാനിച്ചുറപ്പിക്കുന്നുണ്ട്. അവിടെ നിളയുടെയും യമുനയുടെയും കൂടെ കിടന്ന് നിള പറയുന്ന വിശേഷങ്ങൾ കേട്ടുകൊണ്ട് കിടപ്പ ഗംഗയും. സ്കൂളിലെ ഗംഗേച്ചിയെ പോലെ ഒരു ടീച്ചർ വന്നോന്ന് ഞാൻ പറഞ്ഞില്ലേ എന്ന് നിള ഗംഗയോടായി പറയുന്നത് കേൾക്കെ. ആ തള്ളു, ഇനിയും തള്ളു, ഞങ്ങ തള്ളു എന്ന് യമുന അവളെ പരിഹസിക്കുന്നുണ്ട്. ഞാൻ തള്ളുന്നതല്ല, സത്യ എന്നവൾ പരിഭവത്തോടെ പറയെ. അവൾ ഇത്തിരി തള്ളുന്നെങ്കിൽ തള്ളിക്കോട്ടടി എന്ന് ഗംഗേച്ചിയും പറയെ. ഗംഗേച്ചി, ഇത് സത്യ. അവരുടെ പെരുമാറ്റവും സംസാരവും ഒക്കെ ഗംഗേച്ചിയെ പോലെ തന്നെ ആയിരുന്നു എന്ന് നില പറയുമ്പോഴാണ് അമ്മ അങ്ങോട്ട് വരുന്നത്. ഗംഗയെ കാണേ ശാരദയും. അത് ശരി, നീ ഇവിടെ ഉണ്ടായിരുന്നു. നിന്നെ ഞാൻ എവിടെല്ലാം തിരഞ്ഞു എന്ന് പറയെ. വൈകിട്ട് ഞാൻ ഇവരുടെ കൂടെയല്ലേ കിടക്കുന്നത് എന്ന് ഗംഗയും ചോദിക്കുന്നുണ്ട്. ഇന്നലെ നിന്റെ കല്യാണമായിരുന്നു, ഓർമ്മയുണ്ടോ എന്നമ്മ ചോദിക്കേ. ഗംഗ ഒന്നും മിണ്ടാതിരിക്കെ. പോയി വിനീതിന്റെ റൂമിൽ കിടക്ക് എന്നമ്മ വഴക്ക് പറയെ. വിനീതേട്ടൻ വരുന്നവരെ ഗംഗേച്ചി ഈ റൂമിൽ തന്നെ കിടന്നോട്ടെ അമ്മയെന്ന് യമുനയും പറയുന്നുണ്ട്. വിനീത് എന്താടി ഇതുവരെ വരാത്തെ എന്ന് ശാരദ ഗംഗയോടായി ചോദിക്കേ. എനിക്കറിയില്ല അമ്മ എന്ന് യമുനയും. നിന്നോടല്ലടി ചോദിച്ചേ എന്ന് യമുനയോടായി പറഞ്ഞേ. നിന്നോടാ എന്ന് ശാരദ ഗംഗയോടായി ചോദിക്കേ. എനിക്കറിയില്ല അമ്മേ എന്ന് ഗംഗയും. നീ ചോദിച്ചില്ലേ അപ്പോ എന്ന് ശാരദ ചോദിക്കേ. എന്നോടൊന്നും പറഞ്ഞില്ല എന്ന് ഗംഗ പറയെ. എപ്പോഴാ തിരിച്ചു വരാന്ന് ഇറങ്ങാൻ നേരത്ത് നീ ചോദിച്ചില്ലേ എന്ന് അമ്മ വീണ്ടും ചോദിക്കുന്നുണ്ട്. ഇല്ലെന്ന് ഗംഗ പറയെ. അവന്റെ വീട്ടിലാണെങ്കിൽ അവൻ രാത്രി എപ്പോഴാ ചെല്ലുന്നെന്ന് അറിയാവോ എന്നമ്മ ചോദിക്കേ. ഇല്ല എന്ന് ഗംഗയും. അയ്യോ, നിനക്ക് പിന്നെ എന്തറിയാം? അത് പോട്ടെ, അവന് വൈകിട്ട് എന്താ കഴിക്കാൻ വേണ്ടതെന്ന് നിനക്കറിയോ എന്നമ്മ ചോദിക്കേ. ഇല്ല എന്ന് ഗംഗ. ദേ, ചട്നി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അവൻ വരുമ്പോ ചൂടോടെ ദോശ ഉണ്ടാക്കി കൊടുക്കാൻ നോക്ക് എന്നമ്മ പറയേ. ഗംഗ അലസമായി മൂളുകയാ. എന്താടി കൂമ്പനെ പോലെ മൂളുന്നത്? ചെയ്യാന്നോ ചെയ്യില്ലെന്നോ എന്നമ്മ ചോദിക്കേ. ചെയ്യാം അമ്മേ എന്ന് ഗംഗയും. ദൈവമേ, എന്റെ നടുവാണേൽ കഴിച്ചിട്ട് പൊട്ടുവാ, കുറച്ചു നേരത്തേക്കൊന്ന് കിടക്കണമെന്നുണ്ട് എന്ന് ശാരദ വേദനയോടെ പറയേ. അമ്മ പൊക്കോ, വിനീതേട്ടൻ വരുമ്പോ ഞാൻ ദോശ ഉണ്ടാക്കി കൊടുത്തോളാം എന്ന് ഗംഗയും. ശാരദയും ദേഷ്യത്തോടെ. ഞാൻ ഇത്ര നേരം സംസാരിച്ചിട്ട് നിനക്കതാണോ മനസ്സിലായത് എന്ന് ചോദിക്കേ. പിന്നെ വേറെന്താ അമ്മേ എന്ന് ഗംഗയും. അമ്മ പറഞ്ഞ ദോശ ഉണ്ടാക്കി കൊടുക്കും, അത് മാത്രമല്ല ഒരു ഭാര്യയുടെ കർത്തവ്യം. മോളെ, നീ ഇന്നലെ വരെയുള്ള ഗംഗയല്ല. അനിയത്തിമാരുടെ കൂടെ വർത്താനം പറയാനും കൊഞ്ചാനും പോകുന്നതിന് പകരം ഭർത്താവിന്റെ കാര്യങ്ങൾ കൂടി നോക്കണം. ദേ, ഇങ്ങോട്ട് നോക്കിയേ. അവൻ എപ്പോ ഉണരുന്നു, എപ്പോ ഉറങ്ങുന്നു, എപ്പോ ജോലിക്ക് പോകുന്നു, എപ്പോ തിരിച്ചു വരും, അവൻ എന്ത് കഴിക്കാനാണ് താല്പര്യം, ഇങ്ങനെ സകല കാര്യങ്ങളും ഭാര്യ അറിഞ്ഞിരിക്കണം. ആരോട് പറയാൻ, ആര് കേൾക്കാൻ? വേറെ പണിയൊന്നുമില്ല എന്ന് പറഞ്ഞ് ശാരദ ആ റൂമിൽ നിന്ന് ഇറങ്ങി പോവുകയാണ്. നീള വീണ്ടും ഗംഗയോടായി. ഗംഗേച്ചി, അമ്മ പോയില്ലേ? ഇനി ഞാൻ ടീച്ചറിന്റെ കാര്യം പറയട്ടെ എന്നവൾ ചോദിക്കുമ്പോഴേക്കും ഗംഗ മൂടി പുതിച്ച് കിടക്കുന്നുണ്ട്. പിന്നില്ലേ ഗംഗേച്ചി, ആ ടീച്ചറിന്റെ ക്ലാസ്സിൽ എല്ലാവരും സൈലന്റ് ആവും. ഞാൻ വലിയ പഠിപ്പിസ്റ്റാന്നാ ടീച്ചർ വിചാരിച്ചിരിക്കുന്നേ എന്നൊക്കെ നീള പറയുന്നുണ്ടെങ്കിലും ഗംഗ എന്തോ ആലോചിച്ചുകൊണ്ടിരിപ്പാ. അവിടെ തയ്യൽക്കടയിൽ അപ്പോഴേക്കും ബാച്ചിലേഴ്സ് പാർട്ടി തുടങ്ങിയിരുന്നു. ഒരു പെക്കടിച്ച് പണ്ട് പാടവരമ്പത്തിലൂടെ എന്ന പാട്ട് ബേബിച്ചേട്ടൻ പാടാൻ തുടങ്ങുകയാ. എല്ലാവരും അത് ആസ്വദിച്ച് അതിനകത്ത് ഡാൻസ് കളിക്കാൻ തുടങ്ങുകയാ. നിവിൻ കാവേരിയുമൊത്തുള്ള പ്രണയ നിമിഷങ്ങളും വിനീത് ഗംഗയുമൊത്തുള്ള പ്രണയ നിമിഷങ്ങളും സങ്കല്പിക്കുകയാ. അങ്ങനെ വിനീതും കൂട്ടരും പാട്ടും പാടിക്കൊണ്ട് ആ ബാച്ചിലേഴ്സ് പാർട്ടി ആഘോഷിക്കുമ്പോഴാണ് താഴെ റോഡ് സൈഡിൽ ദാസേട്ടൻ പൊന്നുമൊത്ത് കാറിൽ വന്നിറങ്ങുന്നത്. ദാസേട്ടൻ പൊന്നുവിനെയും കൊണ്ട് കാറിൽ നിറങ്ങി ആ കാഴ്ച നോക്കി നിൽക്കെ. അച്ഛാതെ മാമൻ എന്ന് പൊന്നു വിളിച്ച് പറയുന്നുണ്ട്. അവിടെ വിനീതും കൂട്ടരും പൊരിഞ്ഞ ഡാൻസ് കളിയിലായിരുന്നു.
അവരെ ഒരു നിമിഷം നോക്കി നിന്ന് ദാസേട്ടൻ പൊന്നുവിനെയും കൊണ്ട് കാറിൽ കയറി പോവുകയാ. അപ്പോഴേക്കും അടിച്ച് ഫിറ്റായി കഴിഞ്ഞ വിനീതും ബോധം പോയി വീണിരുന്നു. ബോധം പോയി തറയിൽ വീണ് കിടക്കുന്ന വിനീതിന്റെ വിളിച്ച് മുഖത്തേക്ക് കുറച്ച് ബ്രാൻഡി തളിക്കുമ്പോഴേക്കും അവനും ഞെട്ടിപ്പിടഞ്ഞ് എഴുന്നേൽക്കുന്നുണ്ട്. വിനീതും കുഴഞ്ഞ നാവോടെ പറയുക, സലീമിക്ക മഴ വരുന്നുണ്ട് കേട്ടോ, ഷട്ടർ ഇട്ടോന്ന്. ഇവനിതെന്ത് പറ്റി, ഒരു തുള്ളി തൊട്ടിട്ടില്ലല്ലോ എന്ന് സലീമിക്ക ബേബി ചേട്ടനോടായി ചോദിക്കുമ്പോഴേക്കും നിവിനും സലീമിക്കയോടായി, അതേ ഒരു അബദ്ധം പറ്റി സലീമിക്ക, ഗ്ലാസ് മാറിപ്പോയി, മദ്യമൊഴിച്ച ഗ്ലാസ് അവനെടുത്ത് കഴിച്ചതെന്ന് പറയുന്നുണ്ട്. ബേബി ചേട്ടനും എനിക്ക് അപ്പോഴേ തോന്നി ഒരുമാതിരി കള്ളുകുടിയന്മാരെ പോലെ എന്നവർ മൂന്നുപേരും കൂടി രഹസ്യമായി പറയേ വിനീതും എഴുന്നേറ്റ് വന്ന്, എക്സ്ക്യൂസ് മീ, മാറിപ്പോയി, മഴയല്ല ജലപീരങ്കിയാണ്, അവന്മാര് റോഡിന്റെ അപ്പുറത്ത് നിൽപ്പുണ്ട് എന്ന് പറഞ്ഞ് അവിടെ നിന്ന് എഴുന്നേറ്റുകൊണ്ട്, ആരുടെ പട്ടി ജലപീരങ്കി എറിയുന്നത്, പോലീസ് യൂണിഫോമേ കുറെ തയ്ച്ചിട്ടുണ്ടടാ വിനീത്, പുഷ്പവാടിയിലെ എല്ലാ പോലീസുകാർക്കും യൂണിഫോം തയ്ക്കുന്നത് ഈ വിനീതാടാ എന്നവൻ ഉറക്കെ വിളിച്ചു പറയുന്നത് കേൾക്കെ ഇനി ഈ കലവിലേക്ക് എന്ത് ചെയ്യും എന്ന് സലീമൊക്കെ ചോദിക്കുന്നുണ്ട്. കുറച്ചു സമയം ആലോചനയോടെ നിന്ന് വഴിയുണ്ട് എന്ന് നിവിനും പറയുകയാണ്. അവർ വിനീതിനെ തൂക്കി വലിച്ചെടുത്ത് താഴേക്കിറക്കി കൊണ്ടുവരുമ്പോഴേക്കും നിങ്ങൾ എല്ലാവരും കൂടി എന്നെ എങ്ങോട്ട് കൊണ്ടുപോവുക എന്ന് വിനീതും ചോദിക്കുന്നുണ്ട്. എടാ പോലീസിനെതിരെ കംപ്ലൈന്റ് കൊടുക്കണ്ടേ, IG അവിടെ ഗസ്റ്റ് ഹൗസിൽ വെയിറ്റ് ചെയ്യുക എന്ന് നിവിൻ പറയേ, ഞാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ എന്ന് വിനീത് ചോദിക്കുന്നുണ്ട്. പിന്നെ അല്ലാതെ നീ വായെന്ന് പറഞ്ഞേ. അവനെ താഴോട്ടിറക്കി അവന്റെ ബൈക്കിൽ നിവിൻ കയറിയിരിക്കുമ്പോഴേക്കും ബേബി ചേട്ടനും സലീമിക്കയും കൂടി വിനീതിനെയും പുറകിലേക്ക് പിടിച്ചിരുത്തുകയാ. കുഴഞ്ഞാടുന്ന വിനീതും നിവിനെ ചേർത്ത് പിടിച്ചിരിക്കുമ്പോഴേക്കും സൂക്ഷിച്ചു കൊണ്ടുപോകണം കേട്ടോ, നമുക്ക് വേണ്ട മുതലാ എന്ന് ബേബി ചേട്ടൻ പറയുന്നുണ്ട്. അവനെയും കൊണ്ട് വിനീത് ബൈക്കുമെടുത്ത് പോകുമ്പോഴേക്കും, അതേ എന്ത് പ്രശ്നമുണ്ടെങ്കിലും എന്നെ വിളിച്ച് പറഞ്ഞാൽ മതി, ഞാൻ ഏറ്റു, വെടിയുണ്ടകൾക്ക് നേരെ വെരിമാറ് കാണിച്ചു കൊടുക്കുന്ന പാരമ്പര്യമാണ് ഈ ബേബിക്കുള്ളത് എന്ന് ധീരതയോടെ വിളിച്ചു പറയുമ്പോഴേക്കും, അയ്യോ പോലീസ് എന്ന് സലീമിക്ക വിളിച്ച് പറയുന്നുണ്ട്. അയ്യോ ഓടിക്കോ എന്ന് പേടിയോടെ വിളിച്ചു പറഞ്ഞ് ബേബി ചേട്ടൻ അവിടെ നിന്ന് ഓടിപ്പോവുകയാ. അത് കണ്ട് സലീമിക്ക അവിടെ നിന്ന് പൊട്ടിച്ചിരിക്കുകയാ. അവിടെ ദാസേട്ടനെയും പൊന്നുവിനെയും വെയിറ്റ് ചെയ്ത് ഗീത സീറ്റ് ഔട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടപ്പാം. അപ്പോഴാണ് ദാസേട്ടൻ തന്റെ കാറിൽ അങ്ങോട്ട് വരുന്നത്. പൊന്നു ഓടിച്ചെന്ന് അമ്മയെ കെട്ടിപ്പിടിക്കുമ്പോഴേക്കും അമ്മയുടെ മുത്ത്, അമ്മയുടെ തങ്കക്കുടം എന്ന് പറഞ്ഞ് ഗീത അവൾക്കൊരു ഉമ്മ കൊടുക്കുകയാ. അത് കാണേ ദാസേട്ടനും ദേഷ്യത്തോടെ അമ്മയുടെ മുത്തും പൊന്നു, അവിടെ ഇതിനെ കൊണ്ട് സൗര്യം കെട്ടിട്ടാ ഇങ്ങോട്ട് പാക്ക് ചെയ്തത്, ഇവിടെ ആവുമ്പോ സുജാതമ്മയുണ്ടല്ലോ എന്ന് പറഞ്ഞ് ചുറ്റുപാടും നോക്കി എവിടെ എന്ന് ചോദിക്കുന്നുണ്ട്. തലവേദനയാണെന്നോ നടുവേദനയാണെന്നോ ഒക്കെ പറഞ്ഞ് കയറി കിടന്നു. ഇക്കണക്കിനാണെങ്കിൽ ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ലേട്ടാ എന്ന് ഗീത പറയേ. കൊച്ചിന്റെ കാര്യമോർത്താണോ ഇനി അവളെ അവധിക്കാല ക്ലാസ്സിനോ മറ്റോ വിടാമെന്ന് ദാസേട്ടനും പറയുകയാണ്. ഞാൻ പറഞ്ഞ കാര്യം എന്തായി എന്ന് ദാസേട്ടൻ ചോദിക്കേ, അതാ പറഞ്ഞത്, ചെറിയൊരു ഇടതിരിവ് പോലെ എന്നവൾ പറയുമ്പോഴേക്കും സുജാത അങ്ങോട്ട് വരികയാ. ആ ദാസ് വന്നു എന്ന് സുജാത ചോദിക്കുമ്പോഴേക്കും അമ്മമ്മേ എന്ന് വിളിച്ച് പൊന്നു അമ്മമ്മയെ ചേർത്ത് പിടിക്കുകയാ. എന്നെ എടുക്ക് എന്ന് പൊന്നു പറയേ, അമ്മമ്മയ്ക്ക് വയ്യ മോളെ എന്ന് സുജാത. അമ്മയ്ക്കിപ്പോ ഒന്നിനും വയ്യാതിരിക്കുക മോളെ, മോളിങ്ങ് പോര് എന്ന് പറഞ്ഞ് ഗീത പൊന്നുവിനെ പിടിച്ചു വലിക്കുക. അത് കണ്ട് വല്ലായ്മയോടെ സുജാത നിൽക്കുമ്പോഴേക്കും അമ്മയ്ക്ക് വയ്യെങ്കിൽ കിടന്നോട്ടെ ഗീതെ, അമ്മ എന്റെ കാര്യമൊന്നും നോക്കണ്ട, ഇനിയിപ്പോ ചോറുണ്ണണം കിടക്കണം, എടുത്തു തരാൻ ഇവളുണ്ടല്ലോ, ഇനി ഞാനും പൊന്നുവും ഇവിടെ തന്നെ ഉണ്ടാവും, നമുക്ക് സംസാരിക്കാൻ ഇഷ്ടം പോലെ കാര്യം കിടക്കുമല്ലേ. പിന്നെ അമ്മയോട് ചൂടുള്ളൊരു വിഷയം പറയാനുണ്ടായിരുന്നു, നാളെ ആയാൽ ചിലപ്പോ തണുത്തു പോകും, വരുന്ന വഴിക്ക് ഞാൻ നമ്മുടെ വിനീതിനെ കണ്ടായിരുന്നു, അടിച്ച് നല്ല ഫിറ്റായിട്ട് നിൽക്കുവാ അളിയൻ എന്ന് ദാസേട്ടൻ പറയുന്നത് കേൾക്കേ, നമ്മുടെ വിനീതോ, ദാസേട്ടൻ ചുമ്മാ കള്ളം പറയല്ലേ എന്ന് ഗീതയും. ഞാൻ എന്തിനാ കള്ളം പറയുന്നേ, അവൻ മാത്രമല്ല തയ്യൽ കടയിലെ അവന്റെ ആ തല്ലിപ്പൊടി കമ്പനി മുഴുവനുമുണ്ട്, തട്ടുംപുറത്തുനിന്ന് താഴേക്ക് വീഴുന്ന പോലെ നിലത്ത് കാലുറയ്ക്കാതെയാ അവന്റെ നിൽപ്പ്, വെളിവോ വെള്ളിയാഴ്ചയോ ഇല്ല, വരുന്ന വഴിക്ക് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ എന്ന് ദാസ് പറയുമ്പോഴേക്കും, ദാസേ ഞാനൊന്ന് കിടന്നോട്ടെ എന്ന് ടെൻഷനോടെ സുജാതയും പറയുന്നു. കിടന്നു അമ്മേ എന്ന് ദാസ് പറയുമ്പോഴേക്കും പോവാൻ തുടങ്ങിയ സുജാതയും തലകറങ്ങി വീഴാൻ പോവുകയാ. ഗീത അവരെ പിടിച്ച് എന്തു പറ്റി അമ്മേ എന്ന് ചോദിക്കേ, കണ്ണിൽ ഇരുട്ട് കയറുന്ന പോലെ എന്ന് പറഞ്ഞ് സുജാത ഒരു നിമിഷം നിൽക്കുമ്പോഴേക്കും മാറിയോ എന്ന് ഗീത ചോദിക്കുന്നുണ്ട്. പൂവെന്ന് തലയാട്ടി സുജാത പോവാൻ തുടങ്ങുമ്പോഴേക്കും ഞാൻ കൂടെ വരണോ അമ്മേ എന്ന് ഗീത ചോദിക്കുന്നുണ്ട്. വേണ്ടെന്ന് പറഞ്ഞ് സുജാത അകത്തേക്ക് കയറി പോവുകയാ. അമ്മയുടെ ആ പോക്ക് കണ്ട് ഗീത ടെൻഷനോടെ അമ്മയുടെ പുറകെ പോവാൻ തുടങ്ങുന്നുണ്ടെങ്കിലും ദാസേട്ടൻ ദേഷ്യത്തോടെ, നീ അവിടെ നിക്കടി, നീ എന്തിനാ അവരുടെ പുറകെ പോകുന്നേ, അവരെന്തെങ്കിലും ചെയ്യട്ടെ, പോയി കിടക്കാതിരിക്കേ, എന്താച്ചാ ആയിക്കോട്ടെ, നീ നമ്മുടെ കാര്യം നോക്ക്, അവരവരുടെ കാര്യം നോക്കിക്കോളും എന്നവൻ പറയുന്നത് കേട്ട് ഒരു നിമിഷം ഞെട്ടലോടെ നിന്ന് അവിടുന്ന് പോവുകയാ സുജാതയും. വിനീതിനെയും കൊണ്ടുപോവുകയായിരുന്ന നിവിനും ഇടയ്ക്ക് വെച്ച് വഴിയിൽ വണ്ടി നിർത്തുകയാ. ബൈക്ക് നിർത്തിയത് കണ്ട് അപ്പൊ ശരി അളിയ, ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞ് വിനീത് ബൈക്കിൽ നിന്നിറങ്ങി ആടിക്കുഴഞ്ഞ് പോവാൻ തുടങ്ങുന്നേരം നിവിനും അവന്റെ പുറകെ ചെന്ന്, എടാ അളിയ നീ ഇതെങ്ങോട്ടാ എന്ന് ചോദിക്കേ. വീട്ടിൽ പോകുന്നു എന്ന് വിനീതും പറയുന്നുണ്ട്. എടാ അതിന് വീടെത്തിയിട്ടില്ല, ഞാൻ ഇടയ്ക്ക് വെച്ച് നിർത്തിയതാ എന്ന് നിവിനും. ശരിയാണല്ലോ, ഞാൻ ഓർക്കുകയും ചെയ്തു വീടാരാ ഇവിടുന്ന് എടുത്തോണ്ട് പോയെന്ന്. ശരി, സ്റ്റോപ്പ് എത്തുകയും ആളിറങ്ങിയെയും സ്ഥിതിക്ക് നമുക്ക് ഡബിൾ ബെൽ അടിച്ചു പോവാം എന്ന് വിനീത് പറയേ. ബ്രോ
എനിക്ക് നിന്നോടൊരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു. നിന്നോട് അതെങ്ങനെ പറയുമെന്ന് എനിക്കറിയില്ല. നിന്നോടത് പറയണോ വേണ്ടെന്ന് ഇത്രയും കാലം ആലോചിക്കായിരുന്നു ഞാൻ എന്ന് നിവിൻ പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും വിനീത് അവിടുന്ന് പോയി അവന്റെ ബൈക്കിൽ കയറി ബൈക്ക് സ്റ്റാർട്ട് ചെയ്യാനായി തുടങ്ങുകയാ. പറഞ്ഞാ നീ അതെങ്ങനെ എടുക്കുമെന്നാ, പറഞ്ഞില്ലെങ്കിൽ അവസാനം നീ എന്നെ തെറ്റിദ്ധരിക്കുമെന്നും ഒക്കെ ഓർത്ത് ടെൻഷനാ എനിക്ക്. എടാ, ഞാൻ പറയുന്നത് നീ ഒരു നല്ല അർത്ഥത്തിൽ എടുക്കണം. ഇനി അഥവാ ഞാൻ ഈ പറയുന്നത് നിനക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമ്മൾ എന്നും നല്ല സുഹൃത്തുക്കളായിരിക്കും എന്ന് നിവിൻ പറഞ്ഞു തിരിയുമ്പോഴേക്കും വിനീത ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് ഓടിച്ചു പോവുകയാ. അത് കാണാൻ നിവിനുണ്ടാ, വിനീതേ നിക്കട അവിടെ, ഞാൻ കേറിയില്ല, നീ ഇത് എങ്ങോട്ടാ പോകുന്നേ എന്ന് പറഞ്ഞ് അവന്റെ പുറകെ ഓടിച്ചെന്ന് അവനെ പിടിച്ചു നിർത്തുകയാ. എന്തിനാടാ നീ ബൈക്ക് എടുത്ത് പോയേ എന്ന് നിവിൻ ചോദിക്കേ. അളിയന് ഓർമ്മ വന്നാ എന്ന് വിനീത് ചോദിക്കുന്നുണ്ട്. എന്തോർമ്മ വന്നുന്നാ എന്ന് നിവിൻ ചോദിക്കേ. അത് എന്നോട് എന്ത് സംസാരിക്കണമെന്ന് ഓർമ്മ വന്നോ? എനിക്കാണെങ്കിൽ നല്ല ഉറക്കം വരുന്നു എന്ന് വിനീത ആടിക്കുഴഞ്ഞു പറയേ. ബ്രോ, ഐ മീൻ ലവ് ബ്രദർ, ഞാൻ ഈ പ്രണയസാഗരത്തിൽ മുങ്ങി താഴ്ന്നുകൊണ്ടിരിക്കുക എന്നവൻ പറയേ. മര്യാദയ്ക്ക് പറയടാ മോനെ എന്ന് വിനീത് ചിരിയോടെ പറയേ. എടാ കോപ്പേ, എനിക്കൊരു പെണ്ണിനെ ഇഷ്ടാന്ന് എന്ന് നിവിൻ പറയുന്നത് കേൾക്കെ അമ്പരപ്പോടെ ആര് എന്ന് ചോദിക്കുന്നുണ്ട് വിനീത്. കാവേരിയെ എന്നൊരു പേടിയോടെ നിവിൻ പറയേ. പൊട്ടിച്ചിരിച്ചുകൊണ്ട് സത്യം എന്ന് ചോദിച്ച് അവനോട് ബൈക്കിൽ കയറാനായി പറയുകയാ വിനീത്. അവൻ കയറി മുന്നിലേക്ക് ഇരിക്കുമ്പോഴേക്കും ബ്രോ, ഞാൻ പറഞ്ഞത് എന്ന് നിവിൻ വീണ്ടും പറയുന്നുണ്ട്. യു ക്യാരി ഓൺ, ഞാൻ കാണിച്ചു തരാം ഈ വിനീത് ആരാണെന്ന് എന്ന് വിനീത് കുഴച്ചിലൂടെ പറയുമ്പോഴേക്കും നിവിൻ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പോവുകയാണ്. അവിടെ വിനീതിനെ തിരഞ്ഞിറങ്ങിയിരിക്കുക കാവേരിയും ഗംഗയും. സ്കൂട്ടി ഓടിക്കുന്നതിനിടയിൽ ഗംഗ ചോദിക്കുന്നുണ്ട്, ഈ മഞ്ഞത്ത് ഇതിന്റെ വല്ല കാര്യവും ഉണ്ടായിരുന്നോടീന്ന്. അമ്മയുടെ ശകാരവും കേട്ട് അവിടെ ഇരിക്കുന്നതിലും ഭേദമല്ല ഗംഗച്ചി, പോരാത്തതിന് ഒരു നൈറ്റ് ഡ്രൈവും ആവും എന്ന് കാവേരി പറയേ. കല്യാണം കഴിഞ്ഞതിന്റെ പിറ്റേ ദിവസം പാതിരാത്രി കെട്ടിയോനെ തപ്പി ഇറങ്ങുന്നതല്ലേ നൈറ്റ് ഡ്രൈവ് എന്ന് ഗംഗയും ചോദിക്കുക. ചേച്ചി, ഇതൊക്കെ ഒരു അഡ്വഞ്ചർ ആയിട്ട് എടുക്കണം ഗംഗച്ചി. ഇപ്പൊ ഇത്തിരി വിഷമമൊക്കെ തോന്നുമെങ്കിലും ലൈഫിൽ പിന്നെ ഇതൊന്നും കിട്ടില്ല ഈ എക്സ്പീരിയൻസ്. പിന്നെ വിനീതേട്ടൻ ഗംഗച്ചിയെ കല്യാണം കഴിച്ചില്ലെങ്കിലും പുള്ളിക്കാരന്റെ കാര്യത്തിൽ നമുക്ക് ചില ഉത്തരവാദിത്തങ്ങളൊക്കെ ഇല്ലേ എന്ന് കാവേരി പറയേ. എനിക്ക് മനസ്സിലാവാത്തത് അതല്ലടി, കല്യാണം ഇന്നലെ കഴിഞ്ഞതല്ലേ ഉള്ളൂ, എന്നിട്ടും വിനീതേട്ടന്റെ എല്ലാ കാര്യത്തിന്റെയും ഉത്തരവാദിത്തം എന്റെ തലയിലേക്ക് ചാരുന്നത് എന്തിനാന്നാ എന്ന് ഗംഗ ചോദിക്കേ. അതിപ്പോ എല്ലാ ഭാര്യമാരുടെയും വിധിയാണ് ഗംഗച്ചി. നാളെ ചിലപ്പോ പെറ്റ തള്ള പോലും വന്ന് പറഞ്ഞെന്നിരിക്കും, നീയാ എന്റെ മകന്റെ സ്വഭാവം ഇങ്ങനെ ആക്കിയതെന്ന് എന്ന് കാവേരി പറയേ. എന്റെ കാര്യത്തിലാണെങ്കിൽ സുജാതമായി അതെന്നേ പറഞ്ഞു കഴിഞ്ഞു എന്ന് ഗംഗയും പറയുകയാ. പിന്നെന്തിനാ ഗംഗച്ചി നമ്മുടെ പാവം ശാരദമ്മയെ മാത്രം കുറ്റം പറയുന്നേ എന്ന് കാവേരി ചോദിക്കേ. എടി നീ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുവേ എന്ന് ഗംഗയും വഴക്ക് പറയുകയാ. അപ്പോഴാണ് അവരുടെ ഓപ്പോസിറ്റായി നിവിൻ വിനീതിനെയും കൊണ്ടുവരുന്നത്. അവന്റെ ബൈക്കിന്റെ വെളിച്ചം കണ്ട് എന്തൊരു വെട്ടം എന്ന് പറഞ്ഞവർ അസ്വസ്ഥതയോടെ പോകുമ്പോഴാണ് വിനീതിന്റെ ബൈക്ക് ഇടിക്കാനായി വരുന്നത്. വണ്ടി നിർത്തി ദേഷ്യത്തോടെ എവിടെ നോക്കിയാടോ പോകുന്നേ എന്ന് കാവേരി ചോദിക്കേ. നിവിനും കുറച്ച് മുമ്പിലേക്ക് പോയി ബൈക്ക് നിർത്തുകയാ. അളിയ, ആ സ്കൂട്ടറിൽ ഇരിക്കുന്നത് ലേഡീസ് ആണെന്ന് തോന്നുന്നു എന്ന് വിനീത് പറയേ. അതിന് എന്ന് നിവിനും ചോദിക്കുന്നുണ്ട്. നമ്മളല്ലേ ഇടിക്കാൻ ചെന്നത്, ഒരു സോറി പറഞ്ഞിട്ട് പോണതാണ് നല്ലത് എന്ന് വിനീത് പറയേ. വേണോ എന്ന് നിവിൻ ചോദിക്കുന്നുണ്ട്. വേണം അളിയ, വേണം, നമ്മളൊക്കെ മാന്യന്മാരല്ലേ എന്ന് വിനീത് ചോദിക്കേ. എങ്കിൽ ശരി എന്ന് പറഞ്ഞ നിവിൻ അവരുടെ അരികിലേക്ക് വണ്ടി തിരിക്കുകയാ. വണ്ടി നിർത്തി അവരെ ശ്രദ്ധിച്ച് നിൽപ്പായിരുന്നു ഗംഗയും കാവേരിയും. ചേച്ചി, അവന്മാര് നമ്മുടെ പിന്നാലെ വരുന്നുണ്ടല്ലോ എന്ന് കാവേരി പറയേ. അപ്പോ സംഭവിച്ചത് യാദൃശ്ചികമല്ല എന്ന് ഗംഗ പറയേ. ശരി, വെയിറ്റ് ചെയ്യാൻ ചേച്ചി, അവന്മാരുടെ ഉദ്ദേശം എന്താണെന്ന് അറിയണമല്ലോ എന്ന് പറഞ്ഞിരിപ്പ കാവേരിയും. നിവിൻ വണ്ടി തിരിച്ചു കഴിയുമ്പോഴേക്കും അളിയ, നീ ഇവിടെ നിന്നാ മതി, അങ്ങോട്ട് വരണ്ട എന്ന് വിനീത് പറയേ. അതെന്താ ഞാൻ വന്നാലേ എന്ന് നിവിനും. നിനക്ക് സ്ത്രീകളെ ഡീല് ചെയ്യാൻ അറിയില്ല, നമ്മൾ വളരെ സോഫ്റ്റ് ആയിട്ട് വേണം അവരെ ഡീല് ചെയ്യാൻ എന്ന് വിനീത് പറയേ. എന്നാ പോയിട്ട് വാ എന്ന് നിവിനും. ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് വിനീത് ബൈക്കിൽ നിന്നിറങ്ങി പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞ് അവരുടെ അടുത്തേക്ക് ആടിക്കുഴഞ്ഞു ചെല്ലുകയാണ്. അത് കണ്ട് കാവേരിയും ചേച്ചി ഒരുത്ത മാത്രമായിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ട് എന്നവൾ പറയേ. തൽക്കാലം നീ ഒരാൾ പോരെ എന്ന് ഗംഗയും ചോദിക്കുന്നുണ്ട്. ധാരാളം എന്ന് പറഞ്ഞ് കാവേരിയും സ്കൂട്ടിന്ന് ഇറങ്ങുകയാണ്. അവൾ വരുന്നത് കണ്ട് ആരുടെ ഈ വരുന്നത്, ഒരു പെണ്ണാണോ? ഓ മലയാളി മങ്കയെ മാപ്പാക്കണം എന്ന് പറഞ്ഞ് വിനീത് കൈകൂപ്പുകയാണ്. കാവേരിയും ദേഷ്യത്തോടെ എവിടെ നോക്കിയാടാ വണ്ടി ഓടിക്കുന്നേ, പുതിയ നമ്പറുമായിട്ട് ഇറങ്ങിയിരിക്കുക എന്ന് പറയേ. ആഹാ, അത് ശരി എന്ന് പറഞ്ഞ് വിനീത് അവളെ പൊരിഞ്ഞ ചീത്ത വിളിക്കുകയാ. അത് കേൾക്കെ നിവിനും ഇങ്ങനാണോ സ്ത്രീകളോട് സോഫ്റ്റ് ആയിട്ട് പെരുമാറേണ്ടത് എന്ന് പറഞ്ഞ് നോക്കിയിരിക്കുന്നിടത്താണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഗംഗയുടെ സ്നേഹം പിടിച്ചുപറ്റാനായുള്ള വിനീതിന്റെ ശ്രമങ്ങളും അരവിന്ദന്റെ തോട്ടം കൈക്കലാക്കിയ ജയപാലൻ അത് തന്റെ മകൾ രാഗിണിയെ കല്യാണം കഴിക്കാൻ പോകുന്ന നിവിന് കൊടുക്കാൻ പോവുകയാണെന്ന് നിവിനോട് പറയുന്നതുമെല്ലാമാണ് അടുത്ത ആഴ്ചയിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.